ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിതാ വന്നത് പച്ചരിയും ഒരു പിടി അവിലും വെച്ചിട്ട് നല്ല സോഫ്റ്റുള്ള ഇഡലി ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബാറ്ററി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു ബാറ്ററിയിലേക്ക് ഉഴുന്നോ ഉലുവയോ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും നമുക്ക് ആവശ്യമില്ല. നല്ല സോഫ്റ്റുള്ള ഇഡലി എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ദാ ഈ ഒരു നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അരി ഞാൻ ഒരു 4 മണിക്കൂർ മുന്നേ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്താണ്. 2 ഗ്ലാസ് അരിയാണ് കേട്ടോ. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരിയാണ്. ഏത് അരി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തവി അവിലിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ കഴുകിയതിന് ശേഷം ഇതുപോലെ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് 4 മണിക്കൂറോളം കുതിരാൻ വേണ്ടിയിട്ട് ഞാനങ്ങോട്ട് മൂടി വെക്കാൻ പോവുകയാണ്. അങ്ങനെ 4 മണിക്കൂറിന് ശേഷം നമ്മൾ അരിയും ഈ ഒരു അവിലൊക്കെ നന്നായിട്ട് കുതിർന്നാണ് കേട്ടോ, കണ്ടില്ലേ. എന്നിട്ട് ഞാനിതാ ഒരു മിക്സിൻ്റെ ജാർ എടുക്കാൻ പോവുകയാണ്. അതിലേക്ക് ഈ അരി ഫുൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു തവി ചോറിട്ട് കൊടുക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഇതിലേക്ക് ഉഴുന്നോ ഉലുവയോ ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഞാനിതാ ഇതുപോലത്തെ ഒരു തവി ചോറാണ് ഇട്ട് കൊടുത്തത്. ഒരു സമയത്ത് വീഡിയോ ഓണാക്കാൻ മറന്നു പോയതാണ്. പിന്നെ വേണ്ടത് വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ. ഈ ഒരു അരിക്കും ഈ ഒരു ചോറിന് പകുതിയായിട്ടുള്ള വെള്ളം മതി. എന്നിട്ട് ഇതുപോലെ പാത്രത്തേക്ക് ഞാനിതാ നല്ല കട്ടിയിൽ തന്നെ മാവ് അടിച്ചെടുക്കണേ. കുറച്ച് വെള്ളം ഈ ജാറ് കയറ്റിയിട്ട് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുക്കാൻ ഒരിക്കലും മടി വിചാരിക്കരുത്. ഞാൻ തവി വെച്ചിട്ട് ഇളക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഒരു സെക്കൻഡോളം ഞാനതാ ഇളക്കിയെടുത്തേനെ. ഏകദേശം ഒരു മിനിറ്റൊക്കെ തവി വെച്ചിട്ട് ഇളക്കിയെടുത്തേനെ കേട്ടോ. ഇനി ഞാനൊരു 8 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. തലേന്ന് രാത്രിയായിട്ട് ഞാൻ അരച്ചെടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് നല്ല അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ചെറുപയർ, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ ഒരു വലിയൊരു കിഴങ്ങ കേട്ടോ. ചെറുതാണെങ്കിൽ 2 എടുത്തോളം ഉണ്ട്. അടിപൊളിയാണ്. ചപ്പാത്തിക്കും അപ്പത്തിനും പിന്നെ ഇഡ്ഡലി ദോശക്കൊക്കെ ബെസ്റ്റാണ് ഈ ഒരു കറി. പിന്നെ വേണ്ടത് ചെറിയൊരു സവാള ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ടതും, പിന്നെ കുറച്ച് വെള്ളം, പിന്നെ നമുക്ക് എരിവിന് എത്ര വേണം അതിനനുസരിച്ച് പച്ചമുളക്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3-4 വിസിൽ അങ്ങോട്ട് അടുപ്പിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള നല്ല കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതങ്ങോട്ട് അടുപ്പത്ത് വെച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററി കണ്ടില്ല, നന്നായിട്ട് പൊങ്ങി ഇങ്ങോട്ട് കിട്ടീനെ. കണ്ടില്ലേ, ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കണ്ടോ, ഇതേപോലെ കിട്ടും. നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു മാവ് ചെയ്തെടുക്കുകയാണെങ്കിൽ. ഇനി നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. നേരം വെളുത്തപ്പെട്ട ഈ ഒരു മാവ് ഞാൻ രാത്രി അരി അടിച്ച് വെച്ച് രാവിലെയാണ് തുറന്ന് വെക്കുന്നത്. ഇതുപോലെ നല്ല കട്ടിന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിതായാലും ഒരു സ്പൂണോറ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ്. ഇനി നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ട് അടുപ്പത്ത് വെച്ചാണ്. അതിലേക്ക് കുറച്ച് ഓയിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ ഒഴിച്ച് കൊടുക്കൽ നിർബന്ധമാണ്, ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെ ചൂടായതിന് ശേഷം ഓരോ തവി ഇങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നല്ല സോഫ്റ്റാട്ടോ. നമുക്ക് ഈ അവിലുണ്ടായാൽ നമുക്ക് നല്ല സോഫ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3 മിനിറ്റോളം ഞാൻ മൂടി വെച്ചതിന് ശേഷം തുറന്നെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ വേണ്ടത് നല്ല ചൂടാറിയതിന് ശേഷം പിന്നെ തട്ടിൽ നിന്ന് മാറ്റിയെടുക്കാവൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുക. അങ്ങനെ നമ്മൾ നല്ല സോഫ്റ്റുള്ള ഇഡലി റെഡി ആയിന്. രാത്രി തന്നെ മാവ് അടിച്ച് വെച്ചാൽ രാവിലെ വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ഇഡലിയും ദോശയുടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് തരണേ. പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞാൻ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 2ാമത്തെ പ്രാവശ്യം ഈ ഒരു തട്ടിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ചൂടാറിയിട്ട് മാത്രമായിട്ട് നമ്മൾ ഈ ഒരു ഇഡലി എടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുക. പിന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാനും മറക്കരുത് കേട്ടോ. എണ്ണ ഇങ്ങോട്ട് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മതി.
ഈ ഒരു മാവ് കൊണ്ട് നല്ല സോഫ്റ്റുള്ള അടിപൊളി ടേസ്റ്റുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചേനെ. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചേനെ. എന്നിട്ട് ഇതാ ഒരു തവി ഇട്ട് നമുക്ക് ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ എണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലേ. ഒരു തവി ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചുറ്റിച്ചതിന് ശേഷം പിന്നെ കണ്ടില്ലേ ചെറിയ തീയിൽ വെച്ചിട്ട് വേണ്ടിട്ട് നമുക്ക് ഈ ഒരു ദോശ ഉണ്ടാക്കിയെടുക്കാൻ. ഈ ദോശ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു മിനിറ്റ് നേരം നമ്മൾ ബബിൾസ് വരുന്ന വരെ കാത്തിരിക്കണം കേട്ടോ. അങ്ങോട്ട് മൂടി വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നമുക്കിതാ ഈ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് ഞാൻ മുകളിൽ ഓയിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ നമ്മളെ ദോശ റെഡി ആയിന്. ഇനി നമ്മൾ നേരത്തെ വിസിലടുപ്പിച്ച് വെച്ച് ഞാൻ ഒരു ചെറുപയറുകറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചേനെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം സവാള ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ. ചെറിയ ഉള്ളി അരിഞ്ഞാലും മതിയേ. അതിട്ട് കൊടുത്ത് ജസ്റ്റ് നമ്മൾ കളറ് മാറണ വരെ ഇതുപോലെ അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു സ്പൂണ് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണ്ടി കുറച്ച് കറിവേപ്പില കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി. അപ്പോൾ എനിക്ക് പച്ചമുളക് കുറച്ച് എരിവ് കുറവായിരുന്നു. ഇത് ഓപ്ഷണലാട്ടോ. ഈ മറ്റേ പച്ചമുളക് എരുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കണ്ടേ. പിന്നെ 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുറച്ചൊരു കളറൊക്കെ കുറവാണ് അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ വിസിലടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറുപയറ് സമയത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ എത്ര വെള്ളം വേണം അതിനനുസരിച്ച് ഓവറായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ചെറിയൊരു കട്ടിയിൽ വേണ്ടിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ. ഇനി കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പിലൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ഞാനിതാ ഇട്ട് കൊടുത്തതാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനൊക്കെ ബെസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇഡലിയും ഈ ഒരു ദോശ റെഡി ആയണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.